ദി ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ഇനിഷ്യൽ കളക്ഷൻ സ്വന്തമാക്കിയതിന് പിന്നാലെ അതിവേഗത്തിൽ 20 കോടി പിന്നിടുന്ന ചിത്രവുമായി മമ്മൂട്ടിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാർച്ച് 30 റിലീസ് ചെയ്ത സിനിമ 202ലേറെ കേന്ദ്രങ്ങളിൽ നിന്നാണ് റിലീസ് ദിവസം 4,31,00,000 സ്വന്തമാക്കിയിരുന്നു. കബാലി, പുലിമുരുകൻ എന്നീ സിനിമകളുടെ ഇനിഷ്യൽ റെക്കോർഡുകളെ പിന്നിലാക്കിയാണ് ദി ഗ്രേറ്റ് ഫാദർ നേട്ടമുണ്ടാക്കിയത്. 5ാം ദിവസം പിന്നിടുമ്പോൾ സിനിമ മലയാളത്തിൽ ഏറ്റവും വേഗം 20 കോടി പിന്നിടുന്ന ചിത്രമായി മാറിയെന്നാണ് മമ്മൂട്ടി അറിയിച്ചത്. പുലിമുരുകന്റെ റെക്കോർഡാണ് ദി ഗ്രേറ്റ് ഫാദർ തകർത്തത്. ഗ്രേറ്റ് ഫാദർ വലിയ വിജയമാക്കിയതിന് ഓരോരുത്തരോടും നന്ദി പറയുന്നുവെന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. ആദ്യ ദിനത്തിൽ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡാണ് ദി ഗ്രേറ്റ് ഫാദർ മറികടന്നത്. ഇതിനു പുറമെ ഏറ്റവും വേഗത്തിൽ 20 കോടി മറികടക്കുന്നു എന്ന റെക്കോർഡും ഗ്രേറ്റ് ഫാദർ സൃഷ്ടിച്ചു. 6 കോടി രൂപയെന്ന അത്രയൊന്നും വലുതല്ലാത്ത ബജറ്റിൽ നവാഗത സംവിധായകനാണ് ഈ സിനിമ ആവിഷ്കരിച്ചതെന്നതാണ് ഈ നേട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. മലയാള സിനിമ പ്രേക്ഷകരുടെ വലിപ്പവും ശേഷിയും ഈ സിനിമയോടെ തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ സിനിമാ വ്യവസായം കൂടുതൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ തുടങ്ങുന്നു എന്നതിനുള്ള സൂചനകളാണ് ഈ സിനിമകൾ. ദി ഗ്രേറ്റ് ഫാദർ കളക്ഷനെ ചൊല്ലി മമ്മൂട്ടി, മോഹൻലാൽ ആരാധകർ ഫേസ്ബുക്കിൽ വാക്പോരിലായിരുന്നു. അതിന് പിന്നാലെയാണ് മമ്മൂട്ടി തന്നെ 5ാം ദിവസത്തിൽ കളക്ഷൻ റെക്കോർഡുമായി നേരിട്ടെത്തിയത്.